എൻ്റെ പേര് റിൻസി. എൻ്റെ വീട് തോപ്പുംപടിയിലാണ്, കൊച്ചി. ഞാൻ അനുമോദ് ഡോക്ടറിനെ കുറിച്ച് അറിഞ്ഞിട്ടൊരു 2 വർഷമായിട്ടുള്ളു. എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മച്ചിക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞ്. പക്ഷേ അമ്മച്ചിക്ക് 76 വയസ്സുള്ളത് കൊണ്ടിട്ട് ബൈപ്പാസ് ചെയ്യാൻ അമ്മച്ചിക്ക് മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഡോക്ടറിനെ വിളിച്ച് ചോദിച്ച് ലൊക്കേഷനൊക്കെ അയച്ചതെന്ന് ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന്. ഇപ്പം അമ്മച്ചി 2 വർഷമായിട്ട് അമ്മച്ചി ഈ ഡോക്ടറിന്റെ മരുന്ന് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കണത്. ഒരു 28ാമത്തെ വയസ്സിൽ എനിക്ക് ഷുഗർ തുടങ്ങിയതാണ്, പ്രീ ഡയബറ്റിക് ആയതാണ്. പിന്നെ ഞാൻ അതിനെ പതിയെ പതിയെ യോഗ അങ്ങനെ കുറച്ച് ഭക്ഷണ രീതികളൊക്കെ ഇതാക്കി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് പോയിരുന്നു. ഒരു 18 വർഷത്തോളം മരുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പം ഇംഗ്ലീഷ് മരുന്ന് ഡയബറ്റിക്കിന് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2.5 വർഷം അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളു. 2 വർഷം അത് എടുക്കാൻ തുടങ്ങിയ കാരണം എനിക്ക് ഉറക്കമില്ലായിരുന്നു. പിന്നെ എനിക്ക് 2 കാലും ഭയങ്കര തീയിലോട്ട് വെക്കണ ഒരു പ്രതീതിയായിരുന്നു. രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ പൊള്ളി പിടിക്കും, 2 കാലിൻ്റെയും ഉള്ളനടി പൊള്ളും. അപ്പൊ കുറെ ഡോക്ടേഴ്സിനെ കൊണ്ടേ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാ പറയണത്. എനിക്ക് എത്ര മരുന്ന് കഴിച്ചിട്ടും ഈ പുകച്ചിൽ എനിക്ക് മാറണുണ്ടായിരുന്നില്ല, ഉറക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഇംഗ്ലീഷ് മരുന്ന് തന്നെ കഴിക്കാമെന്ന് കരുതിയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ അമ്മച്ചിനെയും കൊണ്ട് അനുമോദ് ഡോക്ടറിൻ്റെ വന്നപ്പോൾ ഞാൻ അന്ന് ഡോക്ടറിനോട് ചോദിച്ചായിരുന്നു, ഡോക്ടറെ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് എന്തേലും മരുന്ന് ഉണ്ടാന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാന്ന് പറഞ്ഞ്. എന്നിട്ട് അത് കഴിഞ്ഞ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് മരുന്നിന് വന്നത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഒന്ന് കിടത്തി ചികിത്സിച്ച് നോക്കാം നമുക്കെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ 14ാമത്തെ ദിവസമാണ്. 14 ദിവസം വന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്ത്. അപ്പോഴും ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പുകച്ചില് കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ പുകച്ചിലായിരിക്കൂല, ഇത് ഡിസ്കിൻ്റെ ആ കംപ്ലൈൻ്റ് ആണ് അത്. പക്ഷെ ഇപ്പം എനിക്ക് ശരിക്കും ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് വന്ന് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ മാത്രമേ എനിക്ക് ഉറക്കം വരുള്ളൂ. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഈ ശരിക്കും കോട്ടുമായിട്ടിരിക്കും ഞാൻ കുറേ നേരം. പിന്നെ ഞാൻ ഒരു 2 ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മാത്രം പിന്നെ എനിക്ക് അങ്ങോട്ട് ഒരു ഉണർവ് കിട്ടുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വെച്ചതാണ്. ഇപ്പൊ ഇവിടെ വന്നിപ്പോ ഞാൻ ഡോക്ടർ പറഞ്ഞ് ഈ മരുന്നൊന്ന് നിർത്തി നോക്ക്, ഉറക്കം കിട്ടോ ഇല്ലേന്ന് അറിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി നോക്കി. ഇപ്പൊ എനിക്ക് സുഖമായി കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. കാലുമേലത്തെ പുകച്ചിലൊക്കെ മാറി. ഇപ്പൊ ആ ഒരു പ്രശ്നമൊക്കെ ക്ലിയറായി.